ഉത്താനപാദൻ 2 വിവാഹം ചെയ്തിരുന്നു. സുനീതി, സുരുചി എന്നിങ്ങനെ 2 പത്നിമാർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല നീതിബോധത്തിൻ്റെ ഉടമസ്ഥയായിരുന്നു സുനീതി. സുരുചിയോ നല്ല സൗന്ദര്യത്തിൻ്റെ ഉടമയും. സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. സുരുചിയുടെ പുത്രൻ ഉത്തമനും. അദ്ദേഹം ആദ്യമൊക്കെ 2 പത്നിമാരെയും ഒരുപോലെയാണ് സ്നേഹിച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ പത്നിയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അല്ലെങ്കിലും സ്വാഭാവികമാണ് 2 വിവാഹം ചെയ്താൽ രണ്ടാമത്തെ പത്നിയോട് അധികം അടുപ്പം കാണിക്കുക എന്നത്. അങ്ങനെ ക്രമേണ സുരുചിയായി അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷി എന്ന് പറയട്ടെ. സുനീതിയും സുനീതിയുടെ മകനായ ധ്രുവനും അവിടെ അവഗണിക്കപ്പെടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സുനീതിക്ക് തോന്നി താൻ ഇവിടെ ഇങ്ങനെ താമസിച്ചാൽ അത്ര ശരിയാവില്ല എന്ന്. ഒരുപക്ഷെ തൻ്റെ മകന് ഭാവിയിൽ ഈ ചെറിയമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒഴിവാക്കണം നിശ്ചയിച്ചു. മകനെ എടുത്തുകൊണ്ട് ആ അമ്മ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഒരു ഉപഗ്രഹം തയ്യാറാക്കി അവിടെ ചെന്ന് താമസിച്ചു. വേണ്ടാത്ത വർത്തമാനങ്ങളൊന്നും മകൻ്റെ ചെവിയിൽ അമ്മ കേൾപ്പിക്കേണ്ടായില്ല. അവിടെ ഒരു പൂജാമുറി ഒരുക്കി മകനെ ആ പൂജാമുറിയുടെ മുമ്പിൽ ഇരുത്തി നല്ല നല്ല കഥകളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ഭഗവാന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നല്ല നല്ല കഥകൾ, കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലും. ഇങ്ങനെ ഈശ്വരകഥകൾ കേട്ടാണ് ധ്രുവൻ വളർന്നു വന്നത് തന്നെ. ചിലപ്പോൾ അമ്മയും മകനും കൂടി ഉദ്യാനത്തിലേക്ക് പോവും. പൂ പറിച്ചു കൊണ്ടുവരും. പുഷ്പാഞ്ജലി ചെയ്യാൻ പറയും. മന്ത്രം അമ്മ പറഞ്ഞു കൊടുക്കും. ത്വമേവ മാതാഥ പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അതിൻ്റെ അർത്ഥം അമ്മ പറഞ്ഞു കൊടുക്കും. എനിക്ക് അച്ഛനായതും അമ്മയായതും വിദ്യയായതും ധനമായതും സുഹൃത്തായതും എല്ലാം എനിക്ക് എൻ്റെ ഭഗവാൻ മാത്രം. ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ ഒരു ബോധം, ഭഗവാൻ മാത്രമാണ് രക്ഷ എന്ന ബോധം തൻ്റെ മകന് പകർന്നു കൊടുത്തുകൊണ്ടാണ് ആ അമ്മ വളർത്തിക്കൊണ്ടുവന്നത്. ഒരമ്മ എങ്ങനെ വേണം സ്വന്തം കുട്ടികളെ വളർത്താൻ, അത് ഈ സുനീതിയെ നോക്കി പഠിക്കേണ്ടതാണ്. ഈശ്വരകഥകൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ മഹാത്മാക്കളുടെ കഥ പറഞ്ഞു കൊടുക്കും. സനകാദി മഹർഷിമാരുടെ കഥ പറയാറുണ്ട്, നാരദ മഹർഷിയുടെ കഥ പറയാറുണ്ട്. ആരെങ്കിലും ഒരാൾ ഭഗവാനെ ഭജിക്കാൻ പുറപ്പെട്ടാൽ അപ്പോൾ ആളുടെ മുമ്പിലെത്തും നാരദ മഹർഷി. ആൾക്ക് വേണ്ട ഉപദേശം കൊടുക്കും. ആളെ ഭഗവാന്റെ അടുത്തെത്തിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുട്ടികൾക്കല്ലെങ്കിലും കഥ കേൾക്കാൻ നല്ല കൗതുകമാണല്ലോ. ഇങ്ങനെയൊക്കെ ധ്രുവൻ വളർന്നു വന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അമ്മ അറിയാതെ കണ്ട് ആ പൂജാമുറിയുടെ മുമ്പിൽ നിന്ന് എണീറ്റു. സഹോദരനായ ഉത്തമനൊരുമിച്ച് കളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് സുരുചി ഉത്തമനെ വിളിച്ചു. ഉത്തമൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ധ്രുവൻ പിന്നാലെ ചെന്നു. ഉള്ളിൽ ചെന്നപ്പോഴേ അനവധി ആളുകൾ തിങ്ങിയിരിക്കുന്ന ഒരു വലിയ സദസ്സ്. അതിൻ്റെ അധ്യക്ഷനായിട്ട് ഉയർന്ന സിംഹാസനത്തിൽ അച്ഛനായ രാജാവ് ഉത്താനപാദൻ ഇങ്ങനെ ഇരിക്കുന്നു. ഉത്തമൻ സാധാരണ ഈ രംഗത്തിൽ വരാറുണ്ട്. പതിവനുസരിച്ച് 3-4 കോണിപ്പടി അങ്ങോട്ട് ചവിട്ടി കയറി അച്ഛൻ്റെ മടിയിൽ ചെന്ന് അങ്ങോട്ട് ഇരുന്നു. ധ്രുവൻ സാധാരണ ഈ രംഗത്തിൽ വരാറില്ല. അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തനിക്കതിന് അർഹതയുണ്ടോ അതൊട്ട് അറിഞ്ഞും കൂടാ. എന്നാലും അച്ഛൻ തന്നെ എടുക്കും എന്നായിരുന്നു പ്രതീക്ഷ. ആ കോണിപ്പടിയുടെ താഴെ ഇങ്ങനെ വന്ന് നിന്നു, 2 കൈയും ഇങ്ങനെ നീട്ടിക്കൊണ്ട്. അദ്ദേഹത്തിനും തോന്നി മകനെ എടുക്കണം, വാരിയെടുക്കണം, മടിയിലിരുത്തണം എന്നൊക്കെ. പക്ഷേ തൊട്ടടുത്ത് സുരുചി ഇങ്ങനെ ഇരിക്കണു. അദ്ദേഹത്തിന് അപ്പോൾ ഒരധൈര്യം. താഴെ നിന്നുകൊണ്ട് ധ്രുവൻ വിളിച്ചു അച്ഛാന്ന്. അദ്ദേഹം അപ്പോൾ സുരുചിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം സുരുചിക്ക് മനസ്സിലായി. തുറിച്ചൊരൊറ്റ നോട്ടം അങ്ങ് നോക്കി അദ്ദേഹത്തിൻ്റെ നേർക്ക്. അതോടുകൂടി അദ്ദേഹം തലയങ്ങ് താഴ്ത്തി. ധ്രുവൻ താഴെ നിന്നുകൊണ്ട് പിന്നെയും വിളിച്ചു അച്ഛാന്ന്. അപ്പോഴും അദ്ദേഹം തല പൊക്കിയില്ല. ചെറിയമ്മ ഇവിടെ ഇരുന്നിട്ടാണ് അച്ഛൻ തന്നെ എടുക്കാത്തതെന്ന് മനസ്സിലായി. പിന്നെ സുരുചിയുടെ മുഖത്തേക്കാണ് നോക്കിയത് ധ്രുവൻ. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. എന്നിട്ട് സുരുചി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. നവത്സ നൃപതീർത്ഥിഷ്ണ്യം ഭവാൻ ആരോഢമർഹതി. നിനക്കേ വലിയ മോഹം അല്ലേ ഈ സിംഹാസനത്തിലിരിക്കണം എന്ന്. കണ്ട സ്ത്രീകൾ പ്രസവിച്ചുണ്ടായ പിള്ളേർക്കൊന്നും സിംഹാസനത്തിലിരിക്കാനൊന്നും പറ്റില്ല. നിനക്ക് സിംഹാസനത്തിലിരിക്കണം എന്ന് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ ഉപായമുണ്ട്. വേഗം കാട്ടിലേക്ക് പോവുക, എന്നിട്ട് മഹാവിഷ്ണുവിനെ ഭരിക്കുക. കുറച്ചു കാലം കഴിഞ്ഞാൽ മഹാവിഷ്ണു മുമ്പിൽ വരും. എന്താ വരം വേണ്ടതെന്ന് ചോദിക്കും.
അപ്പോൾ സുരുചിയുടെ മകനായി ജനിക്കാൻ പാകത്തിന് ഒരു വരം മേടിക്കണം. എന്നിട്ട് നീ ചാവണം, അടുത്ത ജന്മത്തിൽ എൻ്റെ മകനായി ജനിക്കണം, എന്നാൽ സിംഹാസനത്തിരിക്കാൻ പറ്റും. കണ്ട പിള്ളേർക്ക് കയറിയിരിക്കാനുള്ളതാ സിംഹാസനം. ധ്രുവൻ ആദ്യം വിചാരിച്ചു ചെറിയമ്മ നേരം പോക്കാ പറയണതെന്ന്. അടുത്ത കോണിപ്പടിയിലേക്ക് അങ്ങോട്ട് കയറാൻ ഭാവിച്ചപ്പോഴേ ആ ചെവിമല അങ്ങോട്ട് പിടിച്ചു, എന്നിട്ട് ഒരേറെ അങ്ങോട്ട് എറിഞ്ഞു. ഉറക്കെ കരഞ്ഞുകൊണ്ട് ധ്രുവൻ അവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. ഇത്രയും ആളുകൾ നിറഞ്ഞ സഭയിൽ വെച്ചാണ് ഇത് ചെയ്തത്. എന്നാൽ ഈ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ഒരൊറ്റ ആൾക്ക് നാവ് പൊങ്ങിയില്ല. രാജാവിൻ്റെ പട്ടമഹിഷിയാ ചെയ്തതേ. ധ്രുവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക്. പുറമേ നിന്നുകൊണ്ട് സുനീതി മനസ്സിലാക്കി അകത്ത് നടന്ന കാര്യങ്ങളൊക്കെ. എല്ലാവരും സ്വന്തം കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കണത്, അത് സുനീതിക്ക് അറിയാം. എന്നാലും ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് തൻ്റെ മകനെ ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചുല്ലോ. അത് ഓർത്തപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ വെള്ളം പൊടിഞ്ഞിടങ്ങി. അപ്പണ്ട് മകൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി വരണു. മകനെ ആശ്വസിപ്പിക്കാൻ ഇപ്പം താൻ മാത്രമേ ഉള്ളൂ, താനും കൂടി കരഞ്ഞാലോ. ആ സാരി തലപ്പ് കൊണ്ട് സ്വന്തം കണ്ണുനീര് അങ്ങോട്ട് തുടച്ചു കളഞ്ഞു. വേഗം മകനെ എടുത്ത് മടിയിലിരുത്തി. എന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേന്ന്. കുറച്ചു നേരം അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ധ്രുവൻ ഏന്തി ഇങ്ങനെ കരഞ്ഞു. അത് കഴിഞ്ഞ് കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങി. ഈ ചെറിയമ്മ ചീത്തയാന്ന് പറയാനാണ് ഭാവിച്ചത്. അപ്പോഴേക്കും അമ്മ വായ പൊത്തിപ്പിടിച്ചു. മാമംഗളം താത പരേഷു മംസ്ഥാഹ. വേറൊരാൾ ചീത്തയാണെന്നൊരിക്കലും പറയരുത്. ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കണു, അത്രയേ ഉള്ളൂ. എന്താ ചെറിയമ്മ പറഞ്ഞത്? മഹാവിഷ്ണുവിനെ സേവിച്ചാൽ സിംഹാസനത്തിലിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഇല്ലേ? അത് ശരിയാണ്. നിന്റെ അച്ഛനും നിന്റെ മുത്തച്ഛനുമൊക്കെ ഇരുന്നത് എന്തുകൊണ്ടാണെന്നോ? അവരൊക്കെ മഹാവിഷ്ണുവിനെ സേവിച്ച് അനുഗ്രഹം മേടിച്ചിട്ടാണ്. നീയും മഹാവിഷ്ണുവിനെ സേവിച്ചാൽ മതി, എന്നാൽ സിംഹാസനത്തിരിക്കാൻ പറ്റും. ഈ സിംഹാസനത്തെന്നല്ല, ഇതിനേക്കാളും വലിയ സിംഹാസനത്തിലിരിക്കാൻ പറ്റും. എന്നാ അമ്മ ഞാൻ മഹാവിഷ്ണുവിനെ സേവിക്കാൻ പോവുക, ആദ്യം അമ്മ ഒന്നും കൂടെ അനുഗ്രഹിച്ചാൽ മതി. അമ്മയുടെ രണ്ട് കൈയും പിടിച്ചു തൻ്റെ തലയിൽ അങ്ങോട്ട് വെച്ചു. അമ്മയുടെ അനുഗ്രഹം കിട്ടി എന്ന ഭാവത്തിൽ ധ്രുവൻ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ആ പടിക്കൽ അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഒരു കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ മഹാവിഷ്ണുവിനെ കണ്ട അനുഗ്രഹം മേടിച്ചട്ടെ, തിരിച്ചു വരണു കേട്ടോ എന്നും പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു. സുനീതി വിചാരിച്ചു ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ മകൻ തിരിച്ചു വരും എന്ന്. വല്ല ആൽത്തറയിലൊക്കെ ചെന്നിരിക്കും, ഭഗവാനെ കണ്ടു എന്നും പറഞ്ഞ് തിരിച്ചു വരും എന്നായിരുന്നു പ്രതീക്ഷ. 2 മണിക്കൂറും കഴിഞ്ഞു, 4 മണിക്കൂറും കഴിഞ്ഞു. നേരം സന്ധ്യയായി, പോയ മകൻ തിരിച്ചു വന്നില്ല. എന്നാ ഒരൊറ്റ ആളോട് സുനീതി ഈ സംഭവം പറഞ്ഞില്ല. പറഞ്ഞാൽ ഫലത്തിൽ തൻ്റെ ഭർത്താവിനെ പഴി പറയലാവും. ഒരിക്കലും ഒരു പതിവ്രത അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒന്ന് മാത്രം ചെയ്തു. ആ പൂജാമുറിയുടെ മുമ്പിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. മകനെ വേണ്ട പോലെ അനുഗ്രഹിക്കണേ എന്ന് നല്ലോണം പ്രാർത്ഥിച്ചു. ധ്രുവൻ നേരെ കാട്ടിലേക്കാണ് പുറപ്പെട്ടത്. നാരദ മഹർഷി അത് കണ്ടു. അദ്ദേഹവും ആലോചിച്ചു, കഴിഞ്ഞ ജന്മത്തിൽ താനും ഇതുപോലെ വെറും ഒരു അനാഥ ബാലനായിരുന്നു. അന്ന് ഏതാനും സന്യാസിമാർ തന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് താൻ ഈ അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ഈ ധ്രുവനെ അനുഗ്രഹിക്കേണ്ട സമയമാണ്. നാരദൻ മുമ്പിൽ ചെന്നു. എവിടേക്കാ യാത്ര? ധ്രുവൻ പറഞ്ഞു, ഞാൻ മഹാവിഷ്ണുവിനെ കാണാൻ പോവുക. മഹാവിഷ്ണുവിനെ കാണാനോ? ഈ പ്രായത്തിലോ? മഹാവിഷ്ണുവിനെ അത്ര എളുപ്പത്തിലൊന്നും കാണാനൊന്നും പറ്റില്ല. അമ്മ പറഞ്ഞല്ലോ മഹാവിഷ്ണുവിനെ കാണാൻ പറ്റുന്ന. അമ്മ വെറുതെ പറഞ്ഞതാണ്. ഓരോരുത്തരും മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടിയിട്ട് എന്തുമാത്രം തപസ്സൊക്കെ ചെയ്യണു. അവർക്ക് ആർക്കും മഹാവിഷ്ണുവിനെ കാണാനൊന്നും പറ്റാറില്ല, പറ്റിയിട്ടുമില്ല. എന്തിനാ അതിനും ഇതിനൊക്കെ വേണ്ടാത്തതിനൊക്കെ പുറപ്പെടണേ? മഹാവിഷ്ണുവിനെ കാണാൻ പറ്റും. എന്നോട് അമ്മ പറഞ്ഞതാ, ഞാൻ മഹാവിഷ്ണുവിനെ കാണാൻ പോവുക. അതെ, എന്താ അപ്പം വേണ്ടേ? അച്ഛൻ്റെ മടി കയറിയിരിക്കണം, അതല്ലേ കാര്യം. അതിന് മഹാവിഷ്ണുവിനെ കാണുമൊന്നും വേണ്ട, എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനേറ്റു അച്ഛൻ്റെ മടി കയറ്റിയിരുത്താം. ഞാൻ ആരാന്ന് മനസ്സിലായോ? നാരദൻ കേട്ടിട്ടുണ്ടോ? ധ്രുവൻ അപ്പം ചോദിച്ചു, അല്ല അപ്പം അവിടുന്ന് നാരദ മഹർഷിയാണല്ലേ? എനിക്ക് അമ്മ പലരുടെയും കഥ പറഞ്ഞു തന്ന കൂട്ടത്തിൽ നാരദ മഹർഷിയുടെ കഥ പറഞ്ഞു തന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ഭഗവാനെ ഭരിക്കാൻ പുറപ്പെട്ടാൽ ആളെ മുമ്പിലെത്തും നാരദ മഹർഷി, ആൾക്ക് വേണ്ട ഉപദേശം കൊടുക്കും, ആളെ ഭഗവാന്റെ അടുത്ത് എത്തിക്കും. അങ്ങനെയൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞേക്കണത്. ഞാൻ ഭഗവാനെ ഭരിക്കാൻ പോകുമ്പോൾ എന്താ എന്നോട് വേണ്ടാന്ന് പറയണേ? എനിക്ക് ഉപദേശം തരികയല്ലേ വേണ്ടത്? ഇപ്പം ഭഗവാനെ ഭരിക്കാമെന്ന് പറഞ്ഞ് പുറപ്പെടും. 2 ദിവസം കഴിഞ്ഞാൽ അമ്മയെ കാണാൻ വൈകിയെന്ന് പറഞ്ഞ് തിരിച്ചു വരില്ലേ? ഞാൻ തിരിച്ചു വരില്ല.
ഭഗവാനെ കാണാതെയുണ്ട്. ഭഗവാനെ കാണാതെയുണ്ട് ഞാൻ ഇനി തിരിച്ചു വരില്ല. ഉറപ്പല്ലേ? മഹർഷി ഉറപ്പാണ്. ഭഗവാനെ കണ്ടേ ഇനി ഞാൻ തിരിച്ചു വരുള്ളൂ. നാരദനപ്പം തോന്നി ഈ ആൾക്ക് തന്നെ വേണം ധ്രുവൻ എന്ന് പേരിടാൻ. ധ്രുവം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നാണ് അർത്ഥം. താൻ ഭഗവാനെ കണ്ടേ അടങ്ങൂ എന്ന ഒരു നിശ്ചയം ഇത് ആർക്കും ആവശ്യമാണ്. എങ്ങനെയാ ഭഗവാനെ ധ്യാനിക്കുക അതറിയോ? ഇല്ലെങ്കിൽ അവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ധ്രുവൻ ചമ്പ്രം പണിഞ്ഞ് അവിടെ ഇരുന്നു. നാരദ മഹർഷി ഭഗവാന്റെ കേശാദിപാദം ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. പ്രസാദാഭിമുഖം ശശ്വൽപ്രസന്നവദനെ ക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം. കണ്ടാൽ നല്ല ചന്തമുള്ള ഒരു ഉണ്ണിയാണെന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ. നല്ല നീണ്ടു ചുരുണ്ട തലമുടി, തലയിൽ പൊന്മയമായ കിരീടം, നെറ്റിയിൽ ഗോപിക്കുറി, സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന പുരികക്കുടികൾ, നല്ല കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, മനോഹരമായ മന്ദസ്മിതം, കഴുത്തിൽ കൗസ്തുഭരത്നം, മാറിടത്തിൽ വനമാല, നാലുകൈയിൽ ശംഖചക്രഗദാപത്മങ്ങൾ, അരയിൽ നല്ല ഒന്നാന്തരം മഞ്ഞപ്പട്ട്, കാലുമ്മൽ പൊൻചിലമ്പ്, നല്ല നീലനിറം, പ്രസാദാഭിമുഖം ശശ്വൽപ്രസന്നവദനെ ക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയംഗം അരുണോഷ്ഠേ ക്ഷണാധരം. കുട്ടികൾക്ക് മനസ്സിലാവണ ഭാഷയിൽ നാരദൻ പറഞ്ഞു കൊടുത്തു. നല്ല കണ്ണ്, നല്ല പുരികക്കൊടി, നല്ല പുഞ്ചിരി, നല്ല കവിള്, നല്ല കഴുത്ത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധ്രുവൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഭഗവാനെ നല്ലോണം കാണാനുണ്ട്. എന്നാ നീ മന്ത്രം പറഞ്ഞുതരാം, ജപിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദ മഹർഷി മഹാമന്ത്രം ഉപദേശിച്ചു. ഒരു 12 പ്രാവശ്യം മഹർഷിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ധ്രുവൻ ഈ മന്ത്രം ജപിച്ചു. നാരദൻ 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. മധുവനത്തിലേക്ക് പറഞ്ഞയച്ചു.